തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് തിരിച്ചടി, കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട ഹർജി തള്ളി. ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി മരവിപ്പിക്കാനാകില്ലെന്ന് കോടതി. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആന്റണി രാജുവിന് തൊണ്ടിമുതൽ കേസിൽ വൻ തിരിച്ചടി, കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ഹൈക്കോടതി. ഷബ്ന കെയും നൽകും വിവരങ്ങൾ. ഷബ്ന, പറയാം വിശദാംശം. തിരിമറി കേസുമായി ബന്ധപ്പെട്ട ആന്റണി രാജുവിനെ വിചാരണ കോടതി ശിക്ഷിച്ചതിനെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നത്. ശിക്ഷാവിധി കോടതി ആദ്യം തന്നെ മരവിപ്പിച്ചിരുന്നു, വിചാരണ കോടതി മരവിപ്പിച്ചിരുന്നു. എന്നാൽ തന്നെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ ഉത്തരവ് റദ്ദാക്കണം എന്നതായിരുന്നു ആന്റണി രാജുവിന്റെ ആവശ്യം. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ഈ ഉത്തരവ് റദ്ദാക്കാനാകില്ല, ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആന്റണി രാജു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തു. ഇതോടുകൂടി ആന്റണി രാജുവിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊരാവശ്യമായിരുന്നു ഹൈക്കോടതിക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ല എന്ന് ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഏതായാലും ആന്റണി രാജുവിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആന്റണി രാജുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത് ഇത് കോടതിയോട് അല്ലെങ്കിൽ വിശ്വാസവഞ്ചനയുടെ ഭാഗമായി കണക്കാക്കേണ്ടി വരും, നീതിന്യായ സംവിധാനത്തോട് ചെയ്ത വഞ്ചനയായി ഈ തൊണ്ടിമുതൽ തിരിമറിയെ കാണേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ആന്റണി രാജു തൊണ്ടിമുതൽ കേസിൽ കുറ്റക്കാരനാണ് എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ നിലപാട്. ആ രീതിയിൽ സർക്കാർ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ആദ്യം ഇത്തരത്തിൽ ഒരു ജൂനിയർ അഭിഭാഷകൻ തൊണ്ടിമുതൽ തിരിമറി നടത്തി എന്ന് പറയുമ്പോൾ സീനിയറിന്റെ നിർദ്ദേശപ്രകാരമാകാം അത്തരത്തിൽ ചെയ്തിട്ടുണ്ടാകുക. അതോടൊപ്പം തന്നെ കോടതിയിലെ ക്ലർക്ക് അടക്കമുള്ളവർക്ക് ഇതിൽ പങ്കാളികളാണ്. ഈ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിക്ക് തൊണ്ടിമുതൽ എത്തിക്കുക മാത്രമാണ് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ ആന്റണി രാജു ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി ആദ്യഘട്ടത്തിൽ വാദത്തിനിടെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് സംസ്ഥാന സർക്കാരിനോട് ഇത് സംബന്ധിച്ച് വിശദീകരണം ആരാഞ്ഞു. സംസ്ഥാന സർക്കാർ ഇതിൽ കൃത്യമായ വിശദീകരണം നൽകിയിരുന്നു. കാരണം കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന ഒരു തൊണ്ടിമുതൽ തിരിമറി നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഓസ്ട്രേലിയൻ പൗരന്റെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചു എന്നത് സംബന്ധിച്ചുള്ള പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ പൂർത്തിയാക്കുന്നത്. ഈ വിചാരണ നടപടികൾക്ക് ഒടുവിലാണ് ആന്റണി രാജുവിനെ 3 വർഷത്തേക്ക് തടവിന് ശിക്ഷിച്ച് കോടതി ഉത്തരവായത്. കാരണം ഇതിൽ കൃത്യമായി വിശ്വാസവഞ്ചന അടക്കമുള്ള കുറ്റങ്ങൾ ചെയ്തു എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വസ്തു, തൊണ്ടിമുതലായ ഒരു വസ്തു കൈക്കലാക്കുകയും അത് പ്രതിക്ക് വേണ്ടി അതിൽ കൃത്രിമം കാണിക്കുകയും ചെയ്തു. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ അഭിഭാഷക വൃത്തിക്ക് കളങ്കമേൽപ്പിക്കുന്ന കാര്യമാണ് എന്ന രീതിയിലുള്ള പരാമർശവും നേരത്തെ തന്നെ വന്നിരുന്നു. തുടർന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആന്റണി രാജു നൽകിയ ഹർജി തള്ളിയിട്ടുള്ളത്. ഷബ്നയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷബ്ന, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ആന്റണി രാജുവിന്റെ ശ്രമം നീക്കം അത് ആ വാതിൽ അടഞ്ഞു കഴിഞ്ഞ് സമ്പൂർണ്ണമായി ഈ തിരിച്ചടി വന്നതോടുകൂടി ഇനി നിയമപരമായി എങ്ങനെയാണ് ആന്റണി രാജുവിന് ഈ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുക? ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആന്റണി രാജു ഈ ഹർജി നൽകിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു താനൊരു ജനപ്രതിനിധിയാണ്. ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരത്തിൽ ഒരു കേസ് തനിക്കെതിരെ വന്നാൽ ഈ ജനപ്രതിനിധി MLA സ്ഥാനം രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങൾ ഹൈക്കോടതിയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഹൈക്കോടതി അത്തരത്തിലുള്ള വാദങ്ങളെല്ലാം തള്ളിക്കളയുകയും ചെയ്തു. കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അല്ലെങ്കിൽ ജനപ്രതിനിധിയാകുക എന്നത് സംബന്ധിച്ച് ഒരു കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് പരിഗണിക്കാവുന്ന വിഷയമല്ല. ആ രീതിയിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാദങ്ങൾ നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ ഈ വിധി വന്നത്. ഏതായാലും ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് ഹൈക്കോടതിയും സമ്മതിച്ചിരിക്കുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ സാധ്യമാണ് എന്നത് സംബന്ധിച്ച് സംശയമുണ്ട്. കാരണം ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അടുത്ത നടപടി എന്ന് പറയുന്നത് അപ്പീലുമായി കോടതിയെ സമീപിക്കുക എന്നാണ്. ഡിവിഷൻ ബെഞ്ചിൽ ഒരുപക്ഷെ അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കും. ഡിവിഷൻ ബെഞ്ചിൽ ഉടൻ അപ്പീൽ സമർപ്പിച്ചാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ തീയതി അടക്കം പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ആരംഭിക്കുകയും ഒക്കെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിവിധ പാർട്ടികൾ കടക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ഈ അപ്പീൽ പരിഗണിച്ച് ആന്റണി രാജുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തതിന് ശേഷം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജു വിട്ടുനിൽക്കേണ്ടി തന്നെ വരും. കാരണം ഹൈക്കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഷബ്ന, ഈ ലഹരി കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ തൊണ്ടിമുതൽ തിരിമറി കേസ്. ആ കേസിന്റെ തുടക്കഘട്ടം ഒരിക്കൽ കൂടി വിശദീകരിക്കാമോ?
മയക്കുമരുന്നുമായി ഒരു ഓസ്ട്രേലിയൻ പൗരനെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ടാണ് അന്ന് ആന്റണി രാജു ജൂനിയർ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു മയക്കുമരുന്ന് കേസിലെ ഓസ്ട്രേലിയൻ പൗരനെ പിടികൂടുന്നു. പിന്നീട് മയക്കുമരുന്ന് ഈ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി എന്നതായിരുന്നു കേസ്. ഇതിൽ പ്രധാന തെളിവായി തൊണ്ടി മുതലായി എത്തിയിരുന്നത് ഈ അടിവസ്ത്രമായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ കേസിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ വിചാരണ എടുക്കാറായ സാഹചര്യത്തിൽ തൊണ്ടി മുതൽ എന്ന രീതിയിൽ ഉള്ള ഈ അടിവസ്ത്രം അത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ കോടതിയിലെ ക്ലർക്കിന്റെ സഹായത്തോടു കൂടി ആന്റണി രാജു കൈക്കലാക്കി. അതിനുശേഷം അതിൽ അളവിൽ വ്യത്യാസം വരുത്തി, അത് വെട്ടിമാറ്റി അളവിൽ മാറ്റം വരുത്തി എന്നതാണ്. തൊണ്ടി മുതൽ ആയി രേഖപ്പെടുത്തിയിരുന്ന ഈ ഒരു അടിവസ്ത്രത്തിൽ അളവിൽ മാറ്റം വരുത്തുകയും അതിനുശേഷം പിന്നീട് അത് കോടതിയിൽ തന്നെ സമർപ്പിക്കുകയും അല്ലെങ്കിൽ കോടതിയിൽ അറിയാതെ തിരിച്ചു വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് കോടതിയിലെ ക്ലർക്കിന്റെ സഹായമുണ്ടായിരുന്നു. ഈ ജോസ് എന്ന കോടതി ജീവനക്കാരൻ ഈ കേസിലെ രണ്ടാം പ്രതിയാണ്. അങ്ങനെ അത്തരത്തിൽ തിരിമറി നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് ഹൈക്കോടതിക്ക് മുമ്പാകെ ഇത്തരത്തിലൊരു പരാതി എത്തുന്നു. അതിനുശേഷം കോടതി നിർദ്ദേശം നൽകുന്നു. അതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് പിന്നീട് നടക്കുന്നത്. ഈ ഒരു കേസിൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന രീതിയിൽ കോടതി തന്നെ കണ്ടെത്തിയത്. ഇതിലെ വിചാരണ നടപടികൾ ആരംഭിക്കാതെ ദീർഘനാളായി വിചാരണ നടപടികൾ ആരംഭിച്ചിരുന്നില്ല. പിന്നീടാണ് ചില മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് പിന്നീട് ഈ കേസിൽ വിചാരണ നടപടികൾ കോടതി ആരംഭിക്കുന്നത്. വിചാരണ നടപടി പൂർത്തിയാക്കുമ്പോൾ ആന്റണി രാജു ഇതിൽ കൃത്രിമം കാണിച്ചു എന്നതിന് കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കാനായി ഈ കോടതി ജീവനക്കാരുടെ അടക്കമുള്ള മൊഴികളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ ഹാജരാക്കിയാണ് പ്രോസിക്യൂഷൻ ഈ കേസിൽ ആന്റണി രാജു കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നത്. ഇനിയിപ്പോൾ നിയമപരമായി മുന്നോട്ട് നീങ്ങുക, അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുക അല്ലെങ്കിൽ മേൽക്കോടതി സമീപിക്കാനുള്ള നീക്കങ്ങളിലേക്ക് ആന്റണി രാജു കടന്നാൽ പോലും ഉടൻ തന്നെയൊന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആശ്വാസകരമായിട്ടുള്ളൊരു നീക്കം ആന്റണി രാജുവിന് ഉണ്ടാകില്ല, അല്ലേ? അതിനൊരു സാധ്യത വളരെ കുറവാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതും അതാണ്. കാരണം സ്ഥാനാർത്ഥി പട്ടിക നിർണയം, അതോടൊപ്പം തന്നെ പ്രചരണത്തിനുള്ള കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിക്കുകയും വിവിധ പാർട്ടികൾ പല സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. പല മണ്ഡലത്തിലും അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്ന വേളയിൽ ഇനിയിപ്പോൾ ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഇന്ന് ഒരുപക്ഷെ പുറത്തു വരും. അതിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിക്കണമെങ്കിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ മാത്രമായിരിക്കും അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കുക. അങ്ങനെ സമർപ്പിച്ച് അപ്പീൽ പരിഗണിച്ച് കോടതിയുടെ തീരുമാനമനുസരിച്ച് പിന്നീട് കോടതിയിൽ നിന്നൊരു അന്തിമ ഉത്തരവ് വരുന്നവരെ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഉടനെയൊന്നും അത്തരത്തിലൊരു അപ്പീൽ പരിഗണിച്ച് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കോടതി പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ആന്റണി രാജുവിൻ്റെ സാധ്യത എത്ര കണ്ട് ഉണ്ട് എന്നത് സംബന്ധിച്ച് നമുക്ക് സംശയമാണ്. കാരണം കോടതിയിൽ നിന്നും അത്തരം ഒരു അനുകൂലമായ ഒരു ഉത്തരവ് ഇനി സമ്പാദിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്നായിരുന്നു വലിയ പ്രതീക്ഷ. കാരണം ആന്റണി രാജുവിനെ സംബന്ധിച്ച് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂല ഉത്തരവുണ്ടായാൽ ഒരു പക്ഷേ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതും സാധാരണ ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയിലൊക്കെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതി ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ആന്റണി രാജുവിന് അനുകൂലമായ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. ആന്റണി രാജു ഇത്തരത്തിലൊരു കൃത്രിമം നടത്തി എന്ന് പറയുന്നത് അതെങ്ങനെയാണ്, ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുക മാത്രമല്ല ചെയ്തത്, ജൂനിയറായ അഭിഭാഷകനാണ്, സീനിയറിന് വേണ്ടിയല്ലേ അത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് ഈ അടിവസ്ത്രം കൈമാറി എന്നാണ് പറയുന്നത്. ഈ പ്രതി ആണോ ഇത്തരത്തിൽ ഈ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ, കോടതി അതിന് അനുവദിച്ചിരുന്നോ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഹൈക്കോടതി നേരത്തെ ചോദിച്ചിരുന്നു. ഹൈക്കോടതിയുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം സംസ്ഥാന സർക്കാർ മറുപടി നൽകുകയും ചെയ്തു. ഇതിൽ ആന്റണി രാജു വിശ്വാസവഞ്ചന കാണിച്ചു അല്ലെങ്കിൽ കൃത്യമായ കുറ്റക്കാരനാണ് എന്ന് തന്നെ കോടതിയിൽ സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു, സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. കാരണം ഈ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചു അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോയി എന്നതിന് തെളിവുകളുണ്ട് എന്നായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയും അതിൽ ആന്റണി രാജുവിനെതിരായി വിധി പറയുകയും ചെയ്തിട്ടുള്ളത്. ഹൈക്കോടതി ഏതായാലും ഇത് തള്ളിയിരിക്കുന്നു, ഹർജി തള്ളിയിരിക്കുന്നു. ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത മങ്ങുകയാണ്. ശരിക്കും ഷബിനിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.